ഹലോ മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചുപോട്ടിന്റെ ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ഓണ പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതറിയാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങൾ എന്താണ്? ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആസിഡുകളെയും ബേസുകളെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് അഥവാ പദാർത്ഥങ്ങളെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആണ് ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ഇത്, ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത്. നമുക്കറിയാം ആസിഡിൽ ആണ് ഉള്ളതെങ്കിൽ ലിറ്റ്മസ് പേപ്പർ ഉള്ളതെങ്കിൽ അതിനൊരു റെഡ് കളർ ആയിരിക്കും. അതേസമയം ബേസിലാണുള്ളതെങ്കിൽ അതൊരു ബ്ലൂ കളർ ആയിരിക്കും. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണം. 1 2 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഫിനോഫ്തലീൻ എന്ന് പറയുന്നത്, അല്ലെ? ഫിനോഫ്തലീൻ ആണെങ്കിൽ ആസിഡിലാണ് ഫിനോഫ്തലീൻ ഒഴിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേകം കളറിൽ മാറ്റുന്നുണ്ടല്ലോ, നോ ചേഞ്ച് ഇൻ കളർ. ഓക്കെ. എന്നാൽ ബേസിലാണെങ്കിൽ അതിന് എന്ത് കളറായിരിക്കും? ഒരു പിങ്ക് കളറായിരിക്കും ഈ ഫിനോഫ്തലീൻ കാണിക്കുക. അതായത് ഫിനോഫ്തലീൻ നമ്മൾ ബേസിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ആ ഫിനോഫ്തലീൻ്റെ കളർ പതുക്കെ മാറിയിട്ട് ഒരു പിങ്ക് കളറിലേക്ക് വരും. ക്ലിയർ ആണല്ലോ? മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് മീഥൈൽ ഓറഞ്ച്. ഓക്കെ. അപ്പൊ മീഥൈൽ ഓറഞ്ച് ആണെങ്കിൽ ആസിഡിലാണെങ്കിൽ നമുക്ക് റെഡ് കളറാണ് കാണിക്കുക, ചുവപ്പ് കളറാണ് കാണിക്കുക. ഇനി ഈ മീഥൈൽ ഓറഞ്ച് നമ്മൾ ഒരു ബേസിലേക്കാണ് ഒഴിക്കുന്നതെങ്കിൽ അതിനെന്തായിരിക്കും? ഒരു യെല്ലോ അല്ലെങ്കിൽ മഞ്ഞ കളറായിരിക്കും. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? യെസ് മക്കളെ, അപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് അഥവാ സൂചകങ്ങളെ കുറിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ ആ സബ്ജക്റ്റ് മൊത്തം നിങ്ങളുടെ 7ാം ക്ലാസ് മൊത്തം പഠിപ്പിക്കാൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മാർക്ക് മേടിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ബാച്ചാണ് എജുപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. പല കുട്ടികളും ഇതിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇനി കേൾക്കാത്ത കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് ചുരുങ്ങിയ സമയം കൂടുതൽ മാർക്ക്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ആസ്വാദികരമായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന അധ്യാപകരോട് ഒരു നിര തന്നെ നമുക്ക് എജുപോർട്ടിനുണ്ട്. അവരെടുക്കുന്ന റെക്കോർഡെല്ലാം ലൈവ് ക്ലാസ്സുകൾ, PYQ, മെന്റൽ സപ്പോർട്ട്, സബ്ജക്ട് വൈസ് ക്ലബ്ബുകൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത 10ലധികം ഫീച്ചേഴ്സുമായിട്ടാണ് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു തുകയ്ക്കാണ്, 2499. ഓക്കെ, 2499 രൂപ ഒരു കൊല്ലത്തേക്കുള്ള ഫീസാണ്. ഇതൊരു ഓണം സ്പെഷ്യൽ ഓഫറാണ്. അപ്പോൾ ആദ്യത്തെ 2000 കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതിനോടകം തന്നെ ഒരുപാട് കുട്ടികൾ നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നേരെ തന്നെ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിലുകൾ കൊടുക്കുക, വേഗം തന്നെ ജോയിൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ മക്കളോട് പറയാനുള്ള പല കുട്ടികളും ചോദിക്കാറുണ്ട്, സാറേ ഈ 7ാം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകൾ, ക്വസ്റ്റ്യൻസുകൾ, സ്ലൈഡുകൾ ഇതൊക്കെ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കമ്മ്യൂണിറ്റി ചാനലുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ജോയിൻ ചെയ്യാൻ ഫീസൊന്നും വേണ്ട. ഇതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ 7ാം ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ലൈവുകളൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ പറക്കുന്നുണ്ട്. കൂടെ കൂടിക്കോ, ഈ ഓണം നമ്മൾ തൂക്കിയിരിക്കും. വീണ്ടും കാണാം. ഗുഡ് ബൈ.